പ്രിയമുള്ള സഹോദരന്മാരെയും സഹോദരികളെ, കരുണാവർഹിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമായ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും ക്ഷേമവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ കുടുംബങ്ങളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം ഒരുമിച്ച് ചേരുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. കുടുംബം എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് എന്നതിനെ കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. നസ്രുദ്ദീൻ മുല്ലയുടെ ഒരു പ്രസിദ്ധമായ കഥയുണ്ട്. ഒരിക്കൽ മുല്ല ഒരു വൈകുന്നേരം തന്റെ ഗ്രാമത്തിലെ ഒരു മരച്ചുവട്ടിൽ കാര്യമായി എന്തോ തിരയുകയാണ്. അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, പല സ്ഥലത്തും കാര്യമായി തിരയുന്നു. മുല്ലയുടെ ഈ തിരച്ചിൽ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് മുല്ല, എന്താണ് ഈ തിരയുന്നത്? അപ്പൊ മുല്ല പറഞ്ഞു, എന്റെ ഒരു പണക്കിഴി നഷ്ടപ്പെട്ടു പോയി, ഞാനത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളും കൂടെ കൂടി തിരച്ചിൽ ആരംഭിച്ചു. കുറെ നേരം തിരഞ്ഞിട്ടും ഈ പണക്കിഴി കിട്ടിയില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, മുല്ല, എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ? അപ്പൊ മുല്ല പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ രാവിലെ പട്ടണത്തിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. നല്ല വെയിലാണ്. ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ ചെന്ന കടയുടെ മുന്നിൽ ഭയങ്കര തിരക്കിലാണ്. ആ തിരക്കിനിടയിലാണ് എന്റെ പണക്കിഴി നഷ്ടപ്പെട്ടത്. ഉടനെ സുഹൃത്തുക്കൾ വല്ലാതെ ചൂടായി. രാവിലെ പട്ടണത്തിൽ കടയുടെ മുന്നിൽ നഷ്ടപ്പെട്ട പണക്കിഴിയാണോ താൻ ഇവിടെ ഈ വൈകുന്നേരം ഈ പനത്തണിൽ അന്വേഷിക്കുന്നത്? മുല്ല വളരെ ശാന്തനായി മറുപടി പറഞ്ഞു. മുല്ല പറഞ്ഞു, പട്ടണത്തിലാണെങ്കിൽ തിരക്കുണ്ട്, ചൂടുണ്ട്. ഇവിടെ തിരക്കുമില്ല, ചൂടുമില്ല, നല്ല തണലുമുണ്ട്, സ്വസ്ഥമായി തിരയാം എന്നാണ്. ഇതൊരു തമാശ കഥയല്ല. പലപ്പോഴും നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ എന്താണ് അതിന്റെ കാരണമെന്ന് ഒരിക്കലും നമ്മൾ നമ്മുടെ പങ്കിനെ കുറിച്ചല്ല അന്വേഷിക്കുക. എന്റെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ, എന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ എന്റെ വിവാഹത്തിൽ, എന്റെ കുടുംബ ബന്ധത്തിൽ, എന്റെ ബിസിനസ്സിൽ പരാജയമുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. പലപ്പോഴും നമ്മളെ പ്രയാസപ്പെടുത്താത്ത മറ്റു പലരുമാണ് എന്റെ ഈ പരാജയത്തിന്റെ കാരണം എന്ന് പറയാനുള്ള ശ്രമമാണ് പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഭദ്രമായ രീതി, അഥവാ സ്വർഗം വരെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹ ജീവിതത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അത്രയും ഭദ്രമായ ഒരു അടിത്തറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തിനും കുടുംബത്തിനും ഒക്കെ നൽകിയിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുമ്പോ നമ്മൾ എന്താ പറയുക?
ഒന്നുകിൽ കാലത്തെ പഴിക്കും. എന്തൊരു കാലമാണ് നമ്മുടെ കാലത്തെ! ചെറുപ്പക്കാരുടെ ഒരു പോക്കെ, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഒരു പോക്കെ, ആൺകുട്ടികളുടെ ഒരു പോക്കെ. ഈ വിവാഹബന്ധം ശിഥിലമായി, കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്നതിന് നമ്മൾ കാലത്തെ പഠിക്കുകയാണ്. ചിലര് കാലത്തെ പഠിക്കുന്നതിന് വേറെ പറയും. നമ്മുടെ നാട്ടിൽ ഈ സൗകര്യങ്ങളാണ് പ്രശ്നം. ഈ മൊബൈലും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും വന്നതിന് ശേഷമാണ് ഇത്രയും അധികം ബന്ധങ്ങൾ വഷളായത് എന്ന് പറയും. എപ്പോഴെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്? ഒരിക്കലും ആലോചിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കാലത്തെ പഴിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന മൊബൈലും ഇന്റർനെറ്റും ഈ സോഷ്യൽ മീഡിയയൊക്കെ മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കപ്പെട്ട സംവിധാനങ്ങളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, എന്റെ വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, എന്റെ മകന്റെ വിവാഹം നടന്നു, അത് വിവാഹമോചനത്തിൽ കലാശിച്ചിരിക്കുന്നു, മകളുടെ വിവാഹം നടക്കുന്നില്ല എങ്കിൽ, അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അത് അന്വേഷിക്കുന്നില്ല എന്നതാണ് ഈ പ്രശ്നങ്ങൾ നീളാനുള്ള കാരണം. നമ്മളൊരു വീട് വെക്കാൻ പോകും. വീട് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു എഞ്ചിനീയറെ കണ്ടിട്ട് നല്ല ഒരു പ്ലാൻ വരപ്പിക്കും. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു വീടിന്റെ പ്ലാൻ വരപ്പിക്കും. അയാൾ ആ വീടിന് പ്ലാൻ വരച്ചു തരും, അതിന്റെ എസ്റ്റിമേറ്റ് തരും. ആ വീട് പണിയാൻ ആവശ്യമായ സാമഗ്രികൾ, അതിന്റെ അളവുകളൊക്കെ പറയും. അയാൾ പറയും, സിമെന്റ് മണ്ണും തമ്മിൽ ഇത്ര അനുപാതം, 10 ചട്ടി സിമെന്റിന് 10 ചട്ടി മണ്ണിന് ഒരു ചട്ടി സിമെന്റ് ചേർക്കണം. നിങ്ങളുടെ വാർപ്പിന് നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പി ഇത്ര ഇഞ്ച്, 10 ഇഞ്ച് വലിപ്പമുള്ള കമ്പി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തടിക്ക് ഉപയോഗിക്കുന്ന ഇന്ന തടി ആയിരിക്കണം. വളരെ ഭദ്രമായ ഒരു വീടിന് വേണ്ടുന്ന എല്ലാ അനുവാദങ്ങളും അയാൾ പറഞ്ഞത്. നിങ്ങളൊന്നാലോചിച്ച് അയാളൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ വീട് പണിയാൻ തുടങ്ങിയപ്പോ ഇഷ്ടിക പണിയാൻ പോകുമ്പോൾ പറഞ്ഞു, ഇഷ്ടികക്കൊക്കെ ഭയങ്കര വിലയാണ്, എഞ്ചിനീയർ അങ്ങനെയൊക്കെ പറയും, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ബ്ലോക്ക് ഉപയോഗിച്ചാൽ മതി. കമ്പി വാങ്ങിക്കാൻ ചെന്നപ്പോ കമ്പിക്ക് ഭയങ്കര വില. അത് പറയുന്നു, കമ്പി 10 ഇഞ്ചൊന്നും വേണ്ട, 2-3 ഇഞ്ചിന്റെ കമ്പി ഇട്ടാൽ മതി, അത്രയൊക്കെ വില മതി എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന ഓരോ അളവിലും നമ്മൾ നമ്മുടേതായ അഡീഷൻസ് അവിടെ കൊണ്ടുവരും, കുറവ് വരും. അങ്ങനെ വീടൊക്കെ പണിത് മനോഹരമായി താമസമൊക്കെ തുടങ്ങിയത് 6 മാസമായപ്പോൾ വീടിന്റെ അവിടെയൊക്കെ വിള്ളൽ വീഴാൻ തുടങ്ങി, പൊളിയാൻ തുടങ്ങി. നമ്മൾ ചൂടായിട്ട് എഞ്ചിനീയർ എടുത്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് എഞ്ചിനീയറാണ്? ഒരു വീട് പണി തരാൻ പറഞ്ഞിട്ട് അയാൾ ചോദിക്കണം, നിങ്ങൾ സിമെന്റ് എങ്ങനെയാ ചേർത്തത്? അതിൽ ഞാൻ ലേശം ഒരു കുറവ്. നിങ്ങൾ ഉപയോഗിച്ച കട്ട ഏതാണ്? അത് നിങ്ങൾ പറഞ്ഞ പോലെ ഇഷ്ടിക കിട്ടിയില്ല, അധികം പഴുത്ത ഇഷ്ടിക കിട്ടിയില്ല, നമ്മൾ പഴുത്ത ബ്ലോക്ക് ഉപയോഗിച്ചു. ശരി, കമ്പിയോ? അയാൾ പറയും, ലൂമോ ഓഫീസൊന്നും വരാത്ത രൂപ. നിങ്ങൾ എന്നെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വയം ആക്ഷേപിക്കുകയാണ് വേണ്ടത്. ഇത് തന്നെയാണ് കുടുംബത്തിന്റെ വിഷയത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഭദ്രമായ ഒരു കുടുംബം, സ്വർഗത്തോളം വളരാൻ പറ്റുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ച് കൃത്യമായ അടിത്തറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് ആ അടിത്തറകളൊന്നും നമ്മൾ പാലിച്ചില്ല. അവിടെയൊക്കെയും നമ്മൾ വെള്ളം ചേർക്കും. വെള്ളം ചേർത്ത് അവസാനം കുടുംബ ബന്ധം പൊളിഞ്ഞു പോകുമ്പോൾ എന്റെ വിധി എന്ന് സ്വയം പഴിച്ചുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് കൽപ്പിച്ചതിൽ ഏറ്റവും ഗൗരവത്തിൽ കൽപ്പിച്ച ഒന്നാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വിവാഹബന്ധത്തെ കുറിച്ച് പറയുന്ന ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെ കുറിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പ്, വിവാഹത്തെ കുറിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പദമാണ് ആയത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ എല്ലാവർക്കും അറിയാം. 6236 ആയത്താവും മറ്റേ വിശുദ്ധ ഖുർആനിലുണ്ട്. ആയത്തുകൾ നമുക്കറിയാം. അല്ലാഹു ആകാശ ഭൂമികളെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിലെ മഹാമേരുക്കളായ സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോഴും ആയത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് മാത്രമല്ല ആയത്ത്. നിങ്ങൾ കാണുന്ന ഈ പർവ്വതങ്ങളും കടലുകളും അല്ല ആയത്ത്. അല്ലെങ്കിൽ അവയെ പോലെ തന്നെ മറ്റൊരായത്തുണ്ട്, അതുപോലെ ഒരായത്താണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണയെ സൃഷ്ടിച്ചു തന്നു. നിങ്ങൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, ഇണകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബന്ധം നിലനിർത്തി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ആയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആയത്ത് എന്ന് പറയുന്നത്. അതിനാണ് ആയത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ഉണ്ട് എന്നൊരു തെളിവായിട്ടാണ് അള്ളാഹു ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അള്ളാഹു പറയുകയാണ്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് വിവാഹബന്ധം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചെറിയ കാര്യമില്ല. നമ്മൾ വധുവിന്റെ രക്ഷിതാവിൽ നിന്ന്, എന്റെ ഒരു മകന്റെ കല്യാണം നടത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ രക്ഷിതാവ് ആ സദസ്സിലുണ്ടാവും. ആ പെൺകുട്ടിയുടെ രക്ഷിതാവ് ഈ വരന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു വർത്തമാനം പറയും. അൻകഹ്തുക, നിനക്ക് എന്റെ ഈ പ്രിയപ്പെട്ട കുട്ടിയെ, എന്റെ മകളാണെങ്കിൽ മകൾ, അല്ലെങ്കിൽ സഹോദരന്റെ പുത്രനാണെങ്കിൽ അങ്ങനെ, എന്റെ സംരക്ഷണത്തിലുള്ള ഈ കുട്ടിയെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നു എന്ന് പറയുന്നു. അയാൾ പറയുന്നു, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. നിക്കാഹ് അവിടെ പൂർത്തിയോ? പറഞ്ഞു നോക്കിയാൽ വളരെ ലളിതമായ ഒരിടമാണ്, വളരെ ലളിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇടപാടിനെ കുറിച്ച് പറഞ്ഞത് മീസാഖുൻ ഗലീദ്, ഇത് വളരെ ബലിഷ്ഠമായ ഒരു കരാറാവുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു സ്ഥലത്ത് മാത്രമല്ല, 3 സ്ഥലത്ത് മീസാഖുൻ ഗലീദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, ബലിഷ്ഠമായ കരാർ. ആ 3 സ്ഥലത്തിൽ ഒരു സ്ഥലം അള്ളാഹു പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവും പ്രവാചകന്മാരും തമ്മിലുള്ള കരാറിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹു പ്രവാചകന്മാരുടെ പേരെടുത്ത് പറയാണ്, ഞാനും പ്രവാചകന്മാരും തമ്മിലൊരു കരാറുണ്ട്. അള്ളാഹുവിന് ദീൻ എത്തിച്ചു കൊടുക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പ്രവാചകന്മാർക്ക് വഹി നൽകിയിട്ട് അള്ളാഹു പ്രവാചകന്മാരോട് വാങ്ങിയ കരാറിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയാണ്, ഇത് മീസാഖുൻ ഗലീദാണ്, ഇത് വളരെ ബലിഷ്ഠമായ ഒരു കരാറാണ്. ഇതാണ് ഒന്നാമത്തെ സ്ഥലം. വിശുദ്ധ ഖുർആൻ രണ്ടാമത് മീസാഖുൻ ഗലീദ് എന്ന് പറഞ്ഞത്, ബനൂ ഇസ്രായേൽ സമൂഹം പ്രവാചകന്മാരെ അയച്ച, പ്രവാചകന്മാരെ ധിക്കരിച്ച് സകലമായ തെമ്മാടിത്തങ്ങളും കാണിച്ചപ്പോ പടച്ചതമ്പുരാൻ തൂർ പർവ്വതത്തെ അവരുടെ മുകളിൽ ഇങ്ങനെ എടുത്തുയർത്തി, നാം അവരുടെ മുകളിലേക്ക് തൂർ പർവ്വതത്തെ എടുത്തു നിർത്തിയിട്ട് റബ്ബ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഈ പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് ഞാൻ അവരോട് വാങ്ങിയത് മീസാഖുൻ ഗലീദ്, വളരെ ബലിഷ്ഠമായ ഒരു കരാറാകുന്നു എന്ന് പറയുന്നത്. ആ കരാറിന്റെ വലിപ്പം സൂചിപ്പിക്കാൻ വേണ്ടി 2 ഉദാഹരണം പറഞ്ഞു. മൂന്നാമത് അല്ലാഹു ഈ ഉദാഹരണം പറഞ്ഞവരാണ്, നിങ്ങളുടെ പെൺകുട്ടി ഒരു വരന്റെ കൂടെ പോകാൻ തീരുമാനിച്ചപ്പോൾ, എന്റെ ഒരു മകൻ ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ, വലിയ സാക്ഷി നിർത്തി 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വലിയ കൈപിടിച്ചു കൊടുക്കുമ്പോൾ ആ കരാറിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഇത് വളരെ ബലിഷ്ഠമായ കരാറാണ്. ഈ കരാറ് ഒടിഞ്ഞു പോകാൻ പാടില്ല, ഈ കരാറ് പൊട്ടിപ്പോകാൻ പാടില്ല, ഇത് ശിഥിലമാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ കുറിച്ചുള്ള വിവാഹ കരാറിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, തലാഖു യഹുസുൽ അർശ്, വിവാഹമോചനം എന്നത് അർശിനെ പിടിച്ചു കുലുക്കുമെന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം അത്രയും ബലിഷ്ഠമായ കരാറാണ്, റബ്ബിന്റെ അർശുമായി ചേർക്കപ്പെട്ട കരാറാണ് എന്ന് പഠിപ്പിക്കുന്നത്.
ഇങ്ങനെ ഇണമുറിയാത്ത ഹൃദ്യമായ വിവാഹബന്ധം ഉണ്ടാകണം എന്ന് റബ്ബ് പഠിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, റബ്ബ് അതിന് വേണ്ടുന്ന എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും നമുക്ക് തന്നിട്ടുണ്ട്. ദൗർഭാഗ്യവത്താൽ ആ വ്യവസ്ഥകളിൽ നമ്മൾ വീഴ്ച വരുത്തിയപ്പോൾ, നമ്മുടെ മകൾക്ക് കല്യാണം ആലോചിച്ചപ്പോൾ, നമ്മുടെ മകന് കല്യാണം ആലോചിച്ചപ്പോൾ, അല്ലെങ്കിൽ നാം തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു എന്റെ വിവാഹ ബന്ധം കെട്ടിപ്പടുക്കേണ്ടെന്ന അടിത്തറ എന്ന് വിസ്മരിക്കുകയും നമ്മുടേത് മാത്രമായ താല്പര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ വിവാഹ ബന്ധങ്ങൾ ശിഥിലമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല പറയാണ്, ഒരു വിവാഹ ബന്ധത്തിൽ പാലിക്കേണ്ടുന്ന, നമ്മൾ നമ്മുടെ മകനോ മകളോ വിവാഹം ആലോചിക്കുമ്പോൾ ഞാൻ വരനിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കേണ്ടുന്ന, അല്ലെങ്കിൽ എന്റെ മകളുടെ വിവാഹം കഴിക്കും, എന്റെ മകൻ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ അവളിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ അടിത്തറ പറയുന്നത് അത് ദീനാവുന്നു എന്നാണ്. ദീനാവുന്നു. വിവാഹത്തിന്റെ ഒന്നാമത്തെ അടിത്തറ ദീനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ വിവാഹത്തിൽ ഒത്തുചേരുന്നു. ഇന്നലെ വരെ എനിക്ക് ഹറാമായിരുന്ന, നിഷിദ്ധമായിരുന്ന, സംഭവിക്കാതിരിക്കട്ടെ എങ്ങാനും ഞാൻ അവരുമായി ലൈംഗിക ബന്ധം പുലർത്തിയിരുന്നുവെങ്കിൽ വൻപാപമായി മാറുമായിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇന്ന് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവൾ എനിക്കിന്ന് ഹലാലാണെന്ന് മാത്രമല്ല, ഞാൻ അവളുമായി വേഴ്ച നടത്തിയാൽ അത് റബ്ബിന്റെ അടുത്ത് പുണ്യം കിട്ടുന്ന ഒരു കർമ്മമായി അല്ലാഹു പരിഗണിക്കുന്നു. ഈ ഒറ്റ ദിവസം കൊണ്ട് എന്ത് മാറ്റം അവൾക്ക് സംഭവിച്ചത്? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഫിസിക്കലി എനിക്കോ അവൾക്കോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വധുവിന്റെ വരന് ഹലാലായി തീർന്നത്? ഒറ്റ കാര്യം, ആ വിവാഹ ബന്ധം നടക്കുമ്പോ, ഈ പെൺകുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ വലിയ പറഞ്ഞിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പടച്ച തമ്പുരാനെ നിന്റെ നാമത്തിൽ എന്റെ ഈ പെൺകുട്ടിയെ ഞാൻ ഇവന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു എന്ന്. ആ പയ്യൻ പറഞ്ഞിരുന്നു, നിന്നെ സാക്ഷി നിർത്തി നിന്റെ നാമത്തിൽ ഈ പെൺകുട്ടിയെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ പറച്ചിലാണ് അവളെ മാറ്റിയത്. അതാണ് അവളെ ഹലാലാക്കി, അവന് അവൾ ഹലാലാക്കിയും അവൾക്ക് അവൻ ഹലാലായി മാറാനുള്ള ഉപാധി അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഇത് സമ്മതിച്ചു എന്നത് മാത്രമാണ്. വേറെ ഒന്നും വിവാഹത്തിന് ആവശ്യമില്ല. മകരെ, ഇസ്ലാമിലെ വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്താണെന്ന് വെച്ചാൽ വധുവിന് വരം കൊടുക്കേണ്ട മഹർ, രണ്ട് സാക്ഷികൾ, വലിയ, ഇത്രയും കഴിഞ്ഞാൽ വിവാഹം സമ്പൂർണ്ണമാവും. അപ്പൊ എന്താണ് ആ പെൺകുട്ടിയെ ഹലാലാക്കി മാറ്റിയത്? അള്ളാഹുമായിട്ടുള്ള, ദീനുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹത്തൻ, സദ്വത്തയായ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ഒരുത്തൻ കൂട്ടിക്കൊണ്ടുവന്നാൽ ഫഖദ ആനഹു അലാ ശത്രി ദീനിഹി ഫലയത്തഖില്ലാഹു ഫി ശത്രിൽ ബാഖി, ഒരുവൻ അവന്റെ ദീനിന്റെ പകുതി ഭാഗം പൂർത്തിയാക്കിയതിന് തുല്യമാണ് ഫലയത്തഖില്ലാഹു ഫി ശത്രിൽ ബാഖി, ബാക്കിയുള്ള പകുതിയിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്ന് പഠിപ്പിക്കപ്പെടാനുള്ള കാരണം. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വിവാഹ സദ്യയിൽ പങ്കെടുത്തിട്ട് പുറത്തിറങ്ങി കയ്യിലെ ബിരിയാണിയുടെ മണം മാറിയിട്ടുണ്ടാവില്ല. നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ? തല്ലി പിരിഞ്ഞു. എനിക്ക് നേരത്തെ അതുപോലെ ഒരു വിഷയം ഞാൻ പറഞ്ഞു. എന്റെ നാട്ടിലൊരു വിവാഹം നടന്ന് ഞാൻ ഇവിടുന്ന് ഖുതുബയൊക്കെ കഴിഞ്ഞ് ആ വിവാഹത്തിൽ പങ്കെടുത്ത് 4 ദിവസമായിട്ടില്ല. 4ാമത്തെ ദിവസം ഞാൻ ഈ വിവാഹത്തിന്റെ രക്ഷിതാവിനെ കല്യാണത്തിന് ചെലവാക്കി ആ കല്യാണത്തിന്റെ കാര്യമൊന്നും പറയണ്ട, അസുഖസാഹിബേ, അതൊക്കെ പോയി. 4 ദിവസമായിട്ടില്ല. എവിടെയാ പിഴച്ചത്? ആർക്കാ പിഴച്ചത്? എന്റെ അന്വേഷണമാണ് നടന്നത്? ഒന്നും വേണ്ട. അവൾക്ക് അവനെ താല്പര്യമില്ല, അവൾക്ക് അവനെ താല്പര്യമില്ല. അവൾക്ക് വേറൊരു ബന്ധമുണ്ട് എന്ന് ഇപ്പോഴാണ് അറിയുന്നത്, അല്ലെങ്കിൽ അവന് വേറൊരു ബന്ധമുണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കി എന്ന് പഠിപ്പിക്കുന്നു. വിവാഹത്തിന്റെ ആലോചനയിൽ നമ്മൾ പരിഗണിക്കേണ്ടുന്ന മാനദണ്ഡങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ വരുന്നത്.
നമ്മൾ ജീവിക്കുന്ന ഒരു സമ്പത്തിന് വലിയ മാനദണ്ഡമായിട്ട് മാറിയിരുന്നു. പഴയ കാലത്തെ പോലെ നേരിട്ട് സ്ത്രീധനം ചോദിച്ചു വാങ്ങിക്കുന്ന പ്രവണത കുറഞ്ഞു എന്നത് ശരിയാണ്. അതേസമയം ചെറുതായെങ്കിലും നമ്മൾ ആഗ്രഹിക്കില്ലേ വിവാഹത്തിലൂടെ നമുക്ക് ഒരു സാമ്പത്തികമായ അഭിവൃദ്ധി കിട്ടണമെന്ന്. നേർക്ക് നേരെ സ്ത്രീധനം ചോദിക്കുന്നത് ഭരണകൂടം വിലക്കിയിട്ടുണ്ട്, നമ്മുടെ കോടതികൾ വിലക്കിയിട്ടുണ്ട്. പിന്നെന്താ അത് എങ്ങനെയാണോ കിട്ടേണ്ടത്? അപ്പൊ സമ്പത്തി എന്ന് പറയുന്നത് വിവാഹത്തിന്റെ മാനദണ്ഡമായി മാറുക. ഇസ്ലാമില് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ സമ്പത്ത് ഹലാലാകുന്ന രീതികൾ പറയുന്നുണ്ട്. കച്ചവടത്തിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് ഹലാലാകാം, കൃഷിയിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയ ഉൽപ്പന്നം വിറ്റിട്ട് നിങ്ങൾക്ക് സമ്പത്ത് ഹലാലായി മാറും, നിങ്ങൾ അധ്വാനം ചെലവഴിച്ച് നിങ്ങൾ നൽകിയ സർവീസിന് കൂലിയായിട്ട് നിങ്ങൾക്ക് സമ്പത്ത് വാങ്ങിക്കാം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അതിന്റെ പേരിൽ എനിക്ക് സമ്പത്ത് വാങ്ങിക്കാം എന്ന് പഠിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇമാമുകൾ പറയുന്നത് ഇത് ഹറാമായ സമ്പാദ്യമാണ്, ഇത് നിഷിദ്ധമായ സമ്പാദ്യമാണ്. ആ നിഷിദ്ധതയെ മറികടക്കാൻ പല രീതിയിലാണ്. എന്റെ മൂത്ത മോന് കിട്ടിയപ്പോ അവൻ അവിടുന്ന് അത് കിട്ടി എന്ന് പറഞ്ഞാൽ എന്റെ ഈ മോന് കിട്ടുമ്പോഴും അത് കിട്ടണം എന്നാ പറഞ്ഞതർത്ഥം. അല്ലെങ്കിൽ കിട്ടാനും കൊടുക്കാനും സാധ്യതയുള്ളവരെ മാത്രം അന്വേഷിക്കുക, മറ്റു പണികളൊന്നുമില്ല. കുടുംബത്തിൽ കയറി കെട്ടിപ്പിടിച്ചാൽ അവിടുന്ന് വിവാഹം ആലോചിച്ചാൽ സ്വാഭാവികമായും എന്തോ ഒരു അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഒരാൾ വിചാരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമില് വിവാഹം കൊണ്ട് എന്തെങ്കിലും സാമ്പത്തികമായ മെച്ചമുണ്ടാകുമ്പോൾ അത് വധുവിനാണ്. മഹറിന്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ ആയത്ത് ഇറങ്ങിയപ്പോ വിശുദ്ധ ഖുർആൻ ആയത്ത് എന്താണെന്നാണ്. മഹർ നിങ്ങൾ എത്ര തന്നെ അളവിൽ കൂടുതൽ കൊടുത്താലും അത് അനുമതിയാണ്. തിരിച്ചു കിട്ടുന്ന ഡോറിയെ സംബന്ധിച്ച് അത് നിഷിദ്ധമായ സമ്പാദ്യം എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിവാഹത്തിന്റെ ഒരു വലിയ മാനദണ്ഡം. നമ്മുടെ ചെറുപ്പക്കാരുടെ വിവാഹത്തിന്റെ മാനദണ്ഡം എന്താ? അവരും മാനദണ്ഡമുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ ദീനല്ല. അവന് കാണാൻ ചൊങ്കുള്ള ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി വേണം, സൗന്ദര്യം വേണമെന്ന് തന്നെയാണ് അവൻ പറയുന്നത്. നിങ്ങൾ നോക്ക്, നമ്മുടെ ചുറ്റുവട്ടം നമ്മളത് ആലോചിച്ച് നോക്ക്. കാണാൻ ലേശം, കാണാൻ വലിയൊരു മെച്ചമില്ല എന്ന് തോന്നിയ എത്രയോ പെൺകുട്ടികളുടെ വിവാഹം കഴിയാതെ പോയി. നമുക്ക് പൈസ വേണമെങ്കിൽ യാചിച്ചുണ്ടാക്കാൻ കഴിയും. ആളുകളുടെ മുന്നിൽ കൈനീട്ടിയിട്ട് ഒരു കത്തുമായി വന്നിട്ട് എന്റെ മകളുടെ വിവാഹപ്രായമായിരിക്കുന്നു, നിങ്ങൾ സഹായിക്കണമെന്ന് പറയാം. അല്ലെങ്കിൽ പലിശക്ക് ലോൺ എടുത്തിട്ട് വിവാഹം കഴിപ്പിക്കാം. പക്ഷെ ഇവൻ കൊണ്ടു നടക്കുന്ന ഈ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് പെണ്ണിനെ പടക്കാൻ ആർക്കാ കഴിയും? അത് നമ്മുടെ സൗന്ദര്യ സങ്കല്പം, നമ്മുടെ മാനദണ്ഡങ്ങൾ ഒന്നാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, സാമൂഹിക പദവി. കുറച്ചു ദിവസം മുമ്പ് കുറച്ച് ചെറുപ്പക്കാരെ എന്നെ കാണാൻ വന്നു. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ തന്നെയാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടുന്നില്ല. നല്ല ദീനുള്ള ചെറുപ്പക്കാർ അവർ പറയുന്നത് പെണ്ണുങ്ങളെ കിട്ടാനില്ല. സത്യമാണ്, നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. ഇവർ പറയുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചെന്നാൽ ചെന്ന് കഴിയുമ്പോ ഒന്നുകിൽ അവള് ഓപ്പണായി പറയുകയാണ്, എനിക്ക് നിങ്ങളെ താല്പര്യമില്ല, എനിക്ക് വേറൊരു സുഹൃത്തുണ്ട്, എനിക്കൊരു ആൺ സുഹൃത്തുണ്ട്. വേറെ ചിലർ പറയുന്ന വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഈ പയ്യന്മാർക്ക് പെണ്ണ് കെട്ടാത്തിനെ കാണാൻ പറയുന്നത് അവൾ പെണ്ണ് പറയാണ്, എനിക്ക് എന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ആണിനെ കെട്ടണം. പെട്ടെന്ന് തോന്നുന്നു ശരിയല്ലേ, എനിക്ക് PG ഉണ്ട്, ഡിഗ്രി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന പെണ്ണിന് പയ്യന് ഞാൻ ഡിഗ്രി ആണെങ്കിൽ ചുരുങ്ങിയത് അവര് PG വേണം, എനിക്ക് PG ഉണ്ടെങ്കിൽ അവര് PhD വേണം. നന്നേ ചുരുങ്ങിയത് എന്റെ വിദ്യാഭ്യാസ യോഗ്യതകളും വേണ്ടേ എന്നാ ചോദിക്കുന്നത്. നമുക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല, അത് വലിയ ശരിയില്ല എന്നാ ഞാൻ പറയുന്നത്. അതിന്റെ കാരണം എന്താ? നിങ്ങൾക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏത് +2 കഴിയുമ്പോഴേ പോലെ ആൺകുട്ടി അവന്റെ തൊഴിൽ തേടി അന്വേഷിക്കും, അല്ലെ? നമ്മുടെ ഈ നാട്ടിൽ യൂബർ ഓടുന്ന ഡ്രൈവർമാരിൽ ബഹുഭൂരിപക്ഷം ഡ്രൈവർമാരും ചെറുപ്പക്കാരാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ +2 കഴിഞ്ഞ് അവന് 18 വയസ്സായി കഴിഞ്ഞാൽ അവൻ ലൈസൻസ് എടുത്ത് അവൻ അപ്പോഴും ആലോചിക്കുക ആണുങ്ങളുടെ പ്രകൃതം അല്ലെങ്കിൽ ആൺകുട്ടിയുടെ പ്രകൃതം എന്ന് പറയുന്നത് വരുമാനം എന്ന് പറയുന്നതിന് വളരെ വലിയ കൺസേൺ കൊടുക്കുന്ന ആളുകളാണ്. പക്ഷെ പെൺകുട്ടികളോ പഴയകാലം പോലെ പെൺകുട്ടികളെ മാതാപിതാക്കളെ വേണ്ടുവോളം പഠിപ്പിക്കും.
അപ്പൊ ആൺകുട്ടി +2 കഴിഞ്ഞ് ഡിഗ്രി കഴിയുന്നതോടുകൂടി അവനൊരു സ്വയം തൊഴിലുണ്ടാകണം, ഒരു വരുമാന മാർഗം ഉണ്ടാകണം. അവന് ബികോം, ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത്രയും ആളുകൾ ബികോം പാസ്സായിട്ട് ഇവിടെ പോകുന്നത് ചോദിച്ചാൽ അവനിതിൽ കടയിൽ നിൽക്കും, അല്ലെങ്കിൽ കടയിൽ കണക്കെടുത്ത് അല്ലെങ്കിൽ ഗൾഫിൽ പോകും, അല്ലെങ്കിൽ വണ്ടി ഓടിക്കും. അവന് വരുമാനത്തിന്റെ അവസ്ഥയിലേക്ക്. പെൺകുട്ടിക്ക് ഈ പ്രശ്നമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ പോറ്റേണ്ട ആവശ്യമില്ല പെൺകുട്ടിക്ക്. അപ്പൊ അവൾ സ്വസ്ഥമായി പഠിക്കാൻ തുടങ്ങും. അവൾ +2 കഴിയും, ഡിഗ്രി പഠിക്കുക കഴിയുമ്പോൾ അവൾ പറയും, പാപ്പടത്ത് പറയും എനിക്ക് PG പഠിക്കണം. പാപ്പ എന്തായാലും ഞാനേതായാലും പഠിച്ചിട്ടില്ല, അതൊന്നും മക്കളെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചു പാപ്പ PG പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചു. അപ്പൊ വിവാഹത്തിന് സമയം വരുമ്പോ ഇവർക്ക് PG ഉണ്ടാവും, അതിനെ പറ്റി ആളെ കിട്ടൂല. ഇത് കിട്ടാത്തതിന് കാരണം ഞാൻ പറയും, ഇതാണോ ശരിക്കും വിവാഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾക്കൊരു ചെറുപ്പക്കാരന്റെ ദീന് തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ചെറുപ്പക്കാരന്റെ ബാത്ത് ഉണ്ടെങ്കിൽ, ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടി ഒരു കുടുംബജീവിതം നടത്തിക്കൊണ്ടു പോകാനുള്ള ശേഷിയുണ്ട് എങ്കിൽ അതാണ് അവനാണ് വിവാഹം കഴിക്കേണ്ടത്. അത് കൃത്യമായുള്ള നിർദ്ദേശം. അത് നമ്മുടെ ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു, ലോകത്തെ ഏറ്റവും ആസൂത്രിതമായി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് കുടുംബത്തെയാണ്. കുടുംബത്തെ തകർക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കുടുംബത്തെ തകർക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, ആണും പെണ്ണും തമ്മിൽ പരസ്പരം അപകർഷതാബോധമുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കുക. ഒരു വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോ പെൺകുട്ടികൾ സംസാരിക്കാൻ ചെന്നപ്പോ പെൺകുട്ടി പറയുകയാണ്, പെൺകുട്ടി എന്റെ അടുത്ത് പറഞ്ഞ വർത്താനാണ്, എനിക്ക് ആ പയ്യനെ വേണ്ട. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അവള് പറഞ്ഞു, എനിക്ക് PG ഉണ്ട്, അവന് +2 കഴിഞ്ഞിട്ട് ഒരു ടെലിഫോൺ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ ചോദിച്ചത്, വിവാഹത്തിന് മുമ്പ് നിങ്ങൾ ആലോചിച്ചില്ലേ? വിവാഹത്തിന് മുമ്പ് എനിക്കിതാ മനസ്സിലായിരുന്നില്ല, അവൻ ഒരു ടെലിഫോൺ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പാപ്പ സമ്മതിച്ചപ്പോ അപ്പൊ ഞാൻ സമ്മതിച്ചു എന്നതാണ്. ഞാൻ ചോദിച്ചു, ഇത് മാത്രമേ പ്രശ്നം? അവിടെ അല്ല, എനിക്ക് രണ്ടാമത്തെ പ്രശ്നമുണ്ട്. എന്താ രണ്ടാമത്തെ പ്രശ്നം? അയാൾ എന്റെ സ്വകാര്യതയിലേക്ക് വരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു, എന്താ സ്വകാര്യത? അപ്പൊ എങ്ങോട്ട് പറയാൻ? ഒരിക്കൽ അവൾ റൂമിലേക്ക് കയറുമ്പോ അവളുടെ ഭർത്താവ് കിടന്നുറങ്ങാൻ. അപ്പൊ ഇവർക്ക് എന്തോ ഡ്രസ്സ് മാറണം. കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനെ തട്ടി വെച്ചിട്ട് എഴുന്നേറ്റിട്ട് അപ്പുറത്ത് പോകും, എനിക്ക് ഡ്രസ്സ് മാറണം. ഞാൻ പറഞ്ഞു, സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഒരു പരിധി കഴിഞ്ഞാൽ മക്കളുടെ നഗ്നത കാണാൻ അവകാശമില്ല. ആർക്കല്ലാതെ? ഈ ഭർത്താവിനല്ലാതെ. അപ്പൊ അതെന്താ? ഞാൻ ചോദിച്ചു, അതിന്റെ സ്വകാര്യത എന്ന് പറയുന്നത് ഒരു റൈറ്റാണ്. നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. മൂന്നാമത്തത്, അത് യഥാർത്ഥ കാരണം എന്താ പറയുക? ഈ വിവാഹത്തെ പിരിയാനുള്ള യഥാർത്ഥ കാരണം ഇവർക്ക് കുറച്ച് വരുമാനം കിട്ടി. ഇവർക്ക് സ്വന്തമായി വരുമാനം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോ ഈ ഭർത്താവിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന 10,000 രൂപയുടെ മേലെ JRF കിട്ടിയതിന്റെ പേരിൽ 47,000 രൂപ മാസം സ്കോളർഷിപ്പായിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പൊ അവർക്ക് തോന്നി, ഞാൻ ഇനി എന്തിനാ ഒരാളുടെ പുറകെ നടക്കുന്നത്? ഞാനൊരു ഇൻഡിപെൻഡന്റ്, ഞാനൊരു സ്വയം സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ്. ഞാനൊരിക്കലും ഡിപ്പെൻഡബിൾ ആകാൻ പാടില്ല. ഞാൻ ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇയാളെ വേണ്ട. മലപ്പുറം ജില്ലയിൽ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ച 30-ലധികം അംഗങ്ങളുള്ള ഒരു ക്ലബുണ്ട്. ഫ്രീ ബേഡ്സ് എന്നാണ് ക്ലബിന്റെ പേര്. എന്താ ഇവരുടെ സ്ലോഗൻ എന്നറിയോ? അവർ പറയുന്നു, ഞങ്ങളുടെ സ്വകാര്യത, ഞങ്ങളുടെ സ്വയം പര്യാപ്തത. ഈ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടായതാണ്? ഞാൻ എന്റെ ആവശ്യത്തിന് ഭർത്താവിന്റെ പുറകെ നടക്കണം, ഞാൻ അയാളുടെ കൂടെ നടക്കണം. നിങ്ങൾ അയാളെ അവലംബിക്കുക എന്നാണോ ഖുർആൻ പറഞ്ഞത്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു അലൈഹിം. സ്ത്രീ പുരുഷനും പറഞ്ഞ പരസ്പരം മേൽനോട്ടക്കാരായി നിൽക്കേണ്ടവരാണ്. പുരുഷൻ മേൽനോട്ടക്കാരനാകുന്നത് എന്താ പ്രശ്നം സംഭവിക്കുന്നത്? അവൾ വിചാരിക്കുന്നു, മനുഷ്യനിലേക്ക് ഇല്ലാത്ത ഇൻഡിവിജ്വലിസത്തെ, വ്യക്തിവാദത്തെ കൊണ്ടുവന്ന് അത് മനസ്സിൽ ഇരിക്കുകയാണ്. എന്നിട്ട് വിവാഹം വേണ്ട. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഒരാൾ ചോദിച്ചത് കുടുംബ വിവാഹം പാറി നടക്കും പറവകളൊന്നും വേലി കഴിക്കാറില്ല, കൂടെ കിടന്നിറങ്ങാൻ മാരേജ് ആക്റ്റും താലിയും ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിലുണ്ടായ ഒരു പാട്ടാണല്ലോ, അല്ലെ? ഈ പാട്ട് ശരിക്കും പ്രതിഫലിപ്പിക്കുന്നത് എന്തിനെയാണ്? എന്താശത്താണ്? അപ്പൊ എവിടെയാണോ കുടുംബം തകരാൻ തീരുമാനിക്കപ്പെട്ടത്, അത്തരം ചിന്തകൾ വളരെ വ്യാപകമായി. എനിക്ക് പേരെടുത്ത് പറയുന്നതിൽ വിഷമമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ
ക്യാമ്പസുകളിൽ വളരെ ബോധപൂർവമായി വിവാഹേതര ബന്ധത്തെ, ബെസ്റ്റിയെ അല്ലെങ്കിൽ ആൺ സുഹൃത്തിനെ വെക്കാൻ ആളുകളോട് ആവശ്യപ്പെടുകയും നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒരാളെ കടന്നു കയറാൻ അനുവദിക്കരുത്, നിങ്ങൾ ഒരാളുടെയും ഡിപ്പെൻഡബിളായി ജീവിക്കേണ്ടി വരരുത് എന്ന് പറയുന്ന ബോധപൂർവമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിലെ മുസ്ലിം പെൺകുട്ടികളും ഇത് ഏറ്റെടുത്തതിന്റെ അടയാളം കൂടി പറയുന്നു. ചിലപ്പോഴെങ്കിലും മുസ്ലിം പെൺകുട്ടികൾ പറയുമ്പോൾ നേർക്ക് നേരിങ്ങനെ പറയില്ല. അവരെന്താ പറയുന്നത്? അവർ പറയുന്ന ഒരു പുതിയ രീതി പറയാം. അവർ പറയുന്ന രീതി എന്താന്ന് വെച്ചാൽ, എനിക്ക് പഠിക്കണം, വളരെ ന്യായമായ അവകാശമാണ്. സ്ത്രീ പഠിക്കേണ്ടത് ഒരാൾക്കും ഭാഗമില്ല, പഠിക്കണം. അവള് പഠിക്കും. അവൾ ഡിഗ്രി പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 18 വയസ്സാണ്. അല്ല, ഡിഗ്രി പൂർത്തിയല്ല, +2 പൂർത്തിയാകുമ്പോൾ 17 വയസ്സ്. അതിനുശേഷം ഡിഗ്രിയുടെ ഒരു 3 വയസ്സ്, 20 വർഷം. ഈ 20 വർഷം കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരു മാതാവും പിതാവും മകൾക്ക് വിവാഹം ആലോചിച്ചിടും. അപ്പൊ അവൾ പറയും, ഞാൻ ഡിഗ്രി വരെ പഠിച്ചില്ല, എനിക്ക് PG വരെ പഠിക്കാൻ അവസരം തരണം. അപ്പൊ വാപ്പക്ക് തോന്നുന്നു ശരിയാണ്. PG പഠിച്ചു കഴിയുമ്പോൾ ഇവിടെ പഠിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ജോലി ഏറ്റെടുക്കും. അവൾ PG പഠിക്കും. PG കഴിയുമ്പോൾ PhD ചോദിക്കും. PhD ചോദിക്കും. ആണെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ. പഴയ പോലെ അല്ല, പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും, വിദേശത്ത് പഠിക്കാൻ പറ്റും, സ്കോളർഷിപ്പ് പഠിച്ചു പോയി ഒരു 26-27 വയസ്സ് 26 വയസ്സ് വരെ പഠിക്കും. അതിന്റെ കല്യാണം നടക്കില്ല. ഇത് പഠിച്ചൊരു ജോലിയായി കഴിയുമ്പോൾ പിന്നെ അവിടെ ചിന്താന്നറിയോ, പിന്നെ ആ പെൺകുട്ടി ചിന്തിക്കുന്നത്, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഏടാകൂടത്തിലേക്ക് ചെന്നുവിടുന്നത്? അവളുടെ കൺമുമ്പിലുള്ള വിവാഹമോചനങ്ങളുടെ, അവളുടെ കൺമുമ്പിലുള്ള ഭാര്യാഭർത്തൃ പീഡനങ്ങളുടെ കഥകൾ നിരത്തി ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഏടാകൂടത്തിലേക്ക്, സ്വയം അപകടത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമൂഹം രൂപപ്പെടുക, വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്ന, എവിടെയാണ് നമുക്ക് പഠിച്ചത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു, വിവാഹവും പഠനവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ബീന മാഡം എനിക്കറിയാം, മുസ്ലിം പെൺകുട്ടിയാണ്. അവർ പറഞ്ഞ്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ +2 കഴിഞ്ഞ ഉടനെ വിവാഹം കഴിച്ചു. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കുട്ടി ഉണ്ടാകുന്നത്. PG ആയപ്പോഴേക്കും 3ാമത്തെ കുട്ടിയായി. PhD കഴിഞ്ഞ് ശേഷമാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ, പ്രിൻസിപ്പൾ അല്ല, അതിലുള്ള പോസ്റ്റിലാണ് അവരുണ്ടായിരുന്നത്. അവരെന്നോട് സംസാരിച്ച അവർ പറയുന്നുണ്ട്, വിവാഹം പഠനത്തിൽ തടസ്സമല്ല, പഠനം വിവാഹത്തിൽ തടസ്സമാകാൻ പറയുന്നത്. ഇത് നമ്മൾ ശരിക്കും ബോധപൂർവ്വം മനസ്സിലാക്കണം. ഒരു പെൺകുട്ടിയോടും എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വിവാഹം ഇത് രണ്ടും മാറ്റിവെക്കേണ്ടതല്ല. വരനും അത് മനസ്സിലാക്കിയാൽ മതി. വരനും ഇത് ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് എങ്കിൽ, എന്റെ ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടി അവളുടെ പഠനം മുടങ്ങാൻ എന്റെ കുടുംബജീവിതം തടസ്സമാകാൻ തീരുമാനിച്ചപ്പോലെ. ഇത് രണ്ടും ഒരേപോലെ നടക്കണം. പക്ഷേ ഇത് രണ്ടും രണ്ടാണ്. വിവാഹം കഴിച്ചാൽ പഠിക്കാൻ പറ്റുകയില്ല, പഠിക്കാൻ പോയാൽ പിന്നെ വിവാഹം പറ്റുകയില്ല എന്ന് പറയുന്നതിലേക്ക് വരുമ്പോ പെൺകുട്ടിയെ കിട്ടില്ല. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ്, ഇതെല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചെന്ന് കാണാൻ തന്നെ അവളൊക്കെ തൃപ്തിപ്പെട്ടവരുമ്പോഴേക്കും അവൾ പറയുന്നത്, എനിക്ക് ബെസ്റ്റ് ഉണ്ട്, എനിക്ക് വേറൊരു ബന്ധമുണ്ട്, വേറൊരു റിലേഷൻ ഉണ്ട്. ഈ കല്യാണത്തിന്റെ മുഴുവൻ ചെലവും നടത്തിയിട്ട് പറഞ്ഞത് രാത്രി ഒളിച്ചോടി പോകുന്ന ആൾക്കാരുടെ കഥകൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എവിടെയാ പഴച്ചത്? നമുക്ക് പഴച്ചത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാചകത്തിലാണ്, ഇദാ ജാഅക്കും മിമ്മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു ഇല്ലാ തകുൻ ഫിത്നത്തുൻ വഫസാദുൻ അലീം. നിങ്ങൾക്ക് ദീന് തൃപ്തിപ്പെട്ട ഒരു പയ്യൻ നിങ്ങളുടെ മകൾക്ക് കല്യാണം ആലോചിച്ച് വന്നാൽ, വഖുലുഖഹു അവന്റെ സ്വഭാവം നല്ലതാണെങ്കിൽ, ഫസവ്വിജൂഹു അവന് വിവാഹം കഴിച്ചു കൊടുക്കണം. വഇല്ല അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ, ഇല്ലാ തകുൻ ഫിത്നത്തുൻ അത് വലിയൊരു ഫിത്നയായി തീരും, വഫസാദുൻ അലീം ദൂരവ്യാപകമായ ഫസാദിന് കാരണമാകുമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, വിവാഹ ജീവിതത്തിൽ പരിഗണിക്കേണ്ടുന്ന, എന്റെ വരന് വേണ്ടി ഞാൻ പരിഗണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ദീനായിരിക്കണം. നമ്മൾ സാധാരണ വിവാഹത്തിൽ കേൾക്കുന്ന ഫുട്ടുകളുണ്ട്, ആ ഒറ്റ ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്താ പറഞ്ഞ ഹദീസ്? ഇദാ ജാഅക്കും തുൻകഹുൽ മറഅത്തു ലിഅർബഇൻ. പെൺകുട്ടികൾ 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിക്കപ്പെടാറുണ്ട്. ലിമാലിഹ അവളുടെ സമ്പത്ത് പരിഗണിച്ചുകൊണ്ട്, വലി ഹസബിഹ അവളുടെ കുലമഹിമ പരിഗണിച്ചുകൊണ്ട്, വജമാലിഹ അവളുടെ സൗന്ദര്യം പരിഗണിച്ചുകൊണ്ട്,
വലിയ ദീന് പരിഗണിച്ചുകൊണ്ട്. ഇത്ര നമ്മൾ ഹദീസ് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി എന്താ വെച്ചാൽ ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിക്കുമ്പോൾ പരിഗണിക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ ഇതാണെന്നാണ്. അല്ല, ഹദീസിന്റെ ബാക്കി എന്താ? നീ ദീന് പരിഗണിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞ അർത്ഥം. ദീന് പരിഗണിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പരാജയത്തിലേക്ക് എത്തുന്ന പറഞ്ഞതിന്റെ അർത്ഥം. ഇത് 4 പരിഗണിക്കപ്പെടാവുന്ന പ്രധാനപ്പെട്ട കാര്യം. സമ്പത്തും സൗന്ദര്യവും ഒക്കെയാണ് പരിഗണിക്കപ്പെടാവുന്ന കാര്യം. 4ാമത് പറഞ്ഞത് ദീനാണ് എന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അങ്ങനെയല്ല ഹദീസിന്റെ അർത്ഥം. നിങ്ങൾ ദീന് പരിഗണിച്ചുകൊണ്ടായിരിക്കണം വിജയം വരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, വിവാഹബന്ധത്തിൽ ദീൻ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ദീനിന് മുഖ്യമായ പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ അത് പരാജയപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആ ഹദീസിന്റെ ബാക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരും അർത്ഥം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അർത്ഥം പറയാം, തരിപ്പത്തി യഥാക്കുന്ന ഒരു വാക്ക് കൂടിയുണ്ട് ഹദീസിന്റെ ബാക്കി. തരിപ്പത്തി യഥാക്കം എന്ന് പറഞ്ഞാൽ ദീന് പരിഗണിക്കപ്പെടാത്ത വിവാഹം ബന്ധങ്ങൾ നശിച്ചു പോകട്ടെ എന്നാണ്. ഇതാര് പറഞ്ഞതാ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. റസൂലിന്റെ പ്രാർത്ഥനയാണത്. ദീന് പരിഗണിക്കപ്പെടാത്ത വിവാഹ ബന്ധങ്ങൾ നശിച്ചു പോകട്ടെ, കൈകൾ മണ്ണോടൊട്ടി പോകട്ടെ എന്നാണ് നബി വലിയ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാശമുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ ഇങ്ങനെ നമ്മുടെ വിവാഹ ബന്ധങ്ങൾ ശരിയാകും. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ചെറുപ്പക്കാരോടാണ് ഞാൻ പറയുന്നത്, മാതാപിതാക്കളോട് പറഞ്ഞിട്ടേക്കാണ്, നിങ്ങൾ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടാം, പല കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടാം, അതൊന്നും ദീന് വിലക്കിട്ട കാര്യമൊന്നുമല്ല. പക്ഷെ അതേസമയം അത് ദീന് വെച്ചിട്ടുള്ള മറകളും വെച്ചുകൊണ്ടാണ് അത് പാലിക്കാൻ പാലിച്ചത്. ആണും പെടുത്തുന്ന ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട്. നിങ്ങൾക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട് പറയാം അവിടെ. പക്ഷെ അപ്പോൾ നിങ്ങൾ പരിഗണിക്കുക, ഒരു പെൺകുട്ടിയെ താൻ ഇഷ്ടപ്പെടാനുള്ള നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? അവരുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി, ആ ക്വാളിറ്റി ദീനായിരിക്കണം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വല അമത്തുൽ മുശ്രിക്കും, ഖുർആന്റെ ആയത്തായ വല തൻകിഹുൽ മുശ്രിക്കാത്തി, നിങ്ങൾ മുശ്രിക്കുകളെ വിവാഹം കഴിക്കരുത്, ഹത്താ യുമിന്ന, അവർ മുഅ്മിനുകളായി മാറാത്തത്തോളം. വല അമത്തുൽ മുഅ്മിനത്തുൽ ഖൈറും മിൻ മുശ്രിക്കത്തിൻ, കറുകറുത്ത അടിമ സ്ത്രീയായ ദീനുള്ള ഒരു പെണ്ണാണ് ഖൈറും മിൻ മുശ്രിക്കത്തിൻ, ഒരു മുശ്രിക്കത്തിനേക്കാൾ നിങ്ങൾക്ക് നല്ലത്. പല വാജബത്തുക്കും, അവൾ നിങ്ങളിൽ എത്ര കൗതുകം ഉണ്ടാക്കിയാലും. പുരുഷനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്തായിട്ടുണ്ട് ഖുർആൻ പറയുന്നു വല അബ്ദുൽ മുഅ്മിനുൽ ഖൈറും മിൻ മുശ്രിക്കിൻ, മുശ്രിക്കായ ഒരു അടിമയേക്കാൾ, മുശ്രിക്കായ ഒരു മനുഷ്യ സ്വതന്ത്രനേക്കാൾ നിങ്ങൾക്ക് നല്ലത് അടിമയായ സ്വതന്ത്രനാണ്. പല വാജബക്കും, ആ മുശ്രിക്കായ നല്ല ദീന് നഷ്ടപ്പെട്ട ഒരു പെണ്ണ് എന്റെ ജീവിതത്തിൽ വരേണ്ടതില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഭദ്രമായ ഒരു ദാമ്പത്യം നൽകി അല്ലാഹു നമ്മെ